അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ലെന്നുള്ള റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത്. ട്രംപിന്റെ അമേരിക്കയുടെ പ്രസിഡന്റായുള്ള രണ്ടാം വരവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ക്ഷണം ലഭിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇവരുടെ സ്വരച്ചേർച്ചയില്ലായ്മ വ്യക്തമാക്കുന്നതാണ് അരങ്ങേറുന്ന പുതിയ സംഭവ വികാസങ്ങൾ. പോരാത്തതിന് കഴിഞ്ഞ ദിവസം നെതന്യാഹുവിനെ ആക്ഷേപിച്ചുകൊണ്ട് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയും ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ ഉൾപ്പെടെ ഇസ്രായേലിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി ഒപ്പം നിന്ന സഖ്യകക്ഷിയാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളുടെയും നേതാക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങളിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം. ജാനുവരി 20 നടക്കാനിരിക്കുന്ന ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പല ലോക നേതാക്കന്മാർക്കും ക്ഷണം ലഭിച്ചിട്ടും നെതന്യാഹുവിന് ഇതുവരെയും ക്ഷണം ലഭിച്ചിട്ടില്ലെന്നുള്ളതാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ടൈംസ് ഓഫ് ഇസ്രായേലിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാക്കളിൽ ഒരാൾ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നെതന്യാഹു ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉറപ്പിച്ചിരുന്നത്. എന്നാൽ വ്യാഴാഴ്ചയോടെ ഈ തീരുമാനം മാറ്റുകയായിരുന്നെന്നാണ് അധികൃതർ പറയുന്നത്. സാധാരണയായി US പ്രസിഡന്റ്മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലോക നേതാക്കന്മാർ പങ്കെടുക്കാറില്ല. എന്നാൽ 2017 സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലോക നേതാക്കന്മാരെ ട്രംപ് ക്ഷണിച്ചിരുന്നു. കുറച്ചു വർഷങ്ങളായി ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും സൗഹൃദത്തിൽ വിള്ളലുകൾ വീണിരിക്കുകയാണ്. 2017 ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി എത്തിയ സമയത്ത് ഇരുവരും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. എന്നാൽ പിന്നീട് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തെ നെതന്യാഹു അഭിനന്ദിച്ചത് ട്രംപിനത്ര രസിച്ചിരുന്നില്ല. ഇതിനുശേഷം ഇങ്ങോട്ട് പല അവസരങ്ങളിലും ഇസ്രായേൽ പ്രധാനമന്ത്രിയോടുള്ള എതിർപ്പ് ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം നെതന്യാഹുവിനെതിരെ വിമർശനവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. ആക്രമണം തടയുന്നതിൽ നെതന്യാഹു വീഴ്ച വരുത്തിയെന്ന് പറഞ്ഞാണ് ട്രംപ് പരസ്യ പ്രതികരണം നടത്തിയത്. നെതന്യാഹു നോക്കി നിൽക്കെയാണ് കൂട്ടക്കൊല നടന്നതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പിന്നെയും ഇരുവർക്കുമിടയിലുള്ള സൗഹൃദം കെട്ടിയുറപ്പിക്കപ്പെട്ടു. എന്നാൽ വീണ്ടും നെതന്യാഹുവിനെ ആക്ഷേപിച്ചുകൊണ്ട് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ ഇരുവരും ഇടഞ്ഞു നിൽക്കുകയാണെന്ന് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ട്രൂത്ത് സോഷ്യൽ എന്ന തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ നെതന്യാഹുവിനെ ആക്ഷേപിക്കുന്ന ഒരു അമേരിക്കൻ പ്രൊഫസറുടെ വീഡിയോ ട്രംപ് പങ്കുവച്ചത്. നെതന്യാഹു ഇറാനെതിരെയുള്ള യുദ്ധത്തിലേക്ക് അമേരിക്കയെ തള്ളിയിടുകയായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ആ വീഡിയോയിൽ നടത്തുന്നത്. ഇത്തവണയും പല ലോക നേതാക്കന്മാർക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ചൈന, അർജന്റീന, എൽസാൽവദോർ, ഇറ്റലി, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളുടെ നേതാക്കന്മാർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ലോക നേതാക്കന്മാർക്കെല്ലാം അനൗദ്യോഗികമായാണ് ക്ഷണം ലഭിച്ചതെന്ന് ട്രംപിനോട് അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ അറിയിക്കുന്നു. നെതന്യാഹുവിന് അത്തരത്തിൽ ക്ഷണം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല.